ലോകത്തെ എല്ലാവർക്കും ഒരേപോലെ ഒരേ കാര്യമേ ലഭിച്ചിട്ടുള്ളൂ. അത് സമയമാണ്. ആളുകളെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കുന്നതും ലൂസേഴ്സ് ആക്കുന്നതും ഇതേ 24 മണിക്കൂർ തന്നെയാണ്. വിജയികളായിട്ട് നാം കണക്കാക്കുന്ന ഓരോ ആളുകളും വിജയത്തിലേക്ക് എത്തിച്ചേർന്നതും ഈ 24 മണിക്കൂർ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ബിൽ ഗേറ്റ്സിനും മാർക്ക് സക്കർബർഗിനും ഉള്ളത് ഇതേ 24 മണിക്കൂർ തന്നെയാണ്. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് അത് 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ ആവട്ടെ, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്? ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്ര ദൂരമാണ് ബാക്കിയുള്ളത്? ദിവസം മുഴുവനും സ്ക്രോൾ ചെയ്തും കൂട്ടുകാരുമായി ഹാങ് ഔട്ട് ചെയ്തും ഉറങ്ങിയും തീർത്തിട്ട് എൻ്റെ ചുറ്റുമുള്ളതൊന്നും ഓക്കെയല്ല, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പരിശ്രമിക്കാനായിട്ട് തീരെ സമയം കിട്ടുന്നില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇനിയും നിങ്ങൾക്കത് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളൂ, നിങ്ങൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. നിങ്ങളിപ്പോഴും ഏതോ ഒരു ഫാൻറ്റസി വേൾഡിലാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നാളെ എന്നൊരു ദിവസമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ ഇതൊരു നിത്യാധാരണ മാത്രമാണ്. അങ്ങനെ എത്ര നാളുകളാണ് നിങ്ങൾ പാകി കളഞ്ഞത്? എത്ര മാസങ്ങളും വർഷങ്ങളാണ് നിങ്ങൾ പാകി കളഞ്ഞത്? അതുമല്ല, തിരിച്ചു വരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം മടങ്ങി വരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ബുദ്ധൻ പറയുന്നതുപോലെ, ദ ട്രബിൾ ഈസ് യു തിങ്ക് യു ഹാവ് എ ടൈം. ഈ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു പണമോ വജ്രമോ സ്വർണമോ ഒന്നുമല്ല, അത് സമയമാണ്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് അത് സമയം തന്നെയാണ്. എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാനുള്ള കറൻസി ആയിട്ടാണ് സമയത്തെ നമ്മൾ കാണേണ്ടത്. എന്നാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാധാരണ കറൻസി ചെലവഴിച്ച് കഴിഞ്ഞാൽ അത് തിരികെ വരുന്നത് പോലെ സമയം തിരികെ വരില്ല. ലോസ്റ്റ് ടൈം ഈസ് നെവർ ഫൗണ്ട് അഗൈൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നിങ്ങളൊരു സെക്കൻഡോ മിനിറ്റോ മണിക്കൂറോ ചെലവഴിച്ച് കഴിഞ്ഞാൽ അത് എന്നേക്കുമായി പോയി, ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല. സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. സമയം പാഴാക്കുന്നതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ മതിയാകും. ഇപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കുക, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഗോൾസ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും ആ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. നിങ്ങളല്ലെങ്കിൽ മറ്റാരാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക? ആര് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം നിങ്ങളുടേത് മാത്രമാണ്. അതെല്ലാം നേടുന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയില്ല. എന്തിന്? ഓർമ്മിപ്പിക്കുക പോലും ചെയ്യില്ല. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കരുത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ് വരില്ല. മുന്നിലുള്ള ഓരോ മൊമെൻറ്റും പെർഫെക്റ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഈസ് എ പെർഫെക്റ്റ് മൊമെൻറ്റ് ഓഫ് ടൈം. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുമാണ്. റിമെമ്പർ, നമ്മൾ ഇതുവരെ ചെയ്തത് തെറ്റായിരുന്നിരിക്കാം, നമ്മൾ ഒരുപാട് തവണ വീണു പോയിരുന്നിരിക്കാം. എങ്കിലും സാരമില്ല, മിസ്റ്റേക്സ് എപ്പോഴും നമുക്കൊരു അനിവാര്യമാണ്. ബിക്കോസ് മിസ്റ്റേക്സ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ്. ഓർക്കുക, നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമ്മൾ എത്രത്തോളം സമയം ചെലവഴിച്ചു എന്നുള്ളതടുത്താണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വഴി ചൂസ് ചെയ്യുക. ഓരോ നിമിഷവും കോൺഷ്യസ് ആയി സമയം ചെലവഴിക്കുക. ടൈം ഈസ് വാട്ട് വി വാണ്ട് ഫസ്റ്റ്, ബട്ട് വാട്ട് വി യൂസ് ഫസ്റ്റ്. തിങ്ക് അഗൈൻ, വാട്ട് ആർ യു ഡൂയിങ്? ശരിക്കും നിങ്ങൾക്ക് സമയം ഇല്ലാഞ്ഞിട്ടാണോ? സമയം നിങ്ങൾ അലസമായി കളഞ്ഞിട്ടാണോ? ദിസ് ഇസ് എ വേക്കപ്പ് കോൾ. പോയ സമയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആകും എന്നല്ലാതെ യാതൊരു യൂസ്ഫുള്ളുമില്ല. ടു പുഷ് യുവർ സെൽഫ്, മൂവ് ഫോർവേഡ്. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതുപോലെ ഇനിയും നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനാണോ നിങ്ങളുടെ പ്ലാൻ? ചുറ്റുമൊന്ന് നോക്കൂ, വലിയ വലിയ നേട്ടങ്ങൾ നേടി ഒരുപാട് ആൾക്കാർ അവരുടെ സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ മേൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. അവിടെ നിർത്തി മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും പിന്നെ ദുഃഖിക്കേണ്ടി വരിക. Stop wasting your time. Use your time wisely.